പണ്ട് എൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് ഫോൺ വരുമ്പോൾ കട്ടിൻ്റെ അടിയിൽ അങ്ങ് പോകും. പിന്നെ 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അമ്മക്ക് ഫോൺ വരുമ്പോൾ കുപ്പയിലേക്ക് അങ്ങ് പോകും. എനിക്ക് ഫോൺ വരുമ്പോൾ ഞാൻ റോഡുമ്മിലേക്ക് അങ്ങ് പോകും. ഇത് കണ്ടു വളരുന്ന 5 വയസ്സുള്ള ഒരു ചെക്കനുണ്ടല്ലോ എൻ്റെ അടാ, ഓൻ വിചാരിക്കുന്നതെന്ന് അറിയോ, ഫോൺ വരുമ്പം കട്ടിൻ്റെ ഉള്ളിൽ പോകണം, ഫോൺ വരുമ്പം കുപ്പയിൽ പോകണം. ശരിയാണോ? ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ സ്വഭാവം കൂടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോണിൻ്റെ ലോക്ക് നോക്കി എൻ്റെ സ്വഭാവം തിരിയും. എൻ്റെ ഫോണിതാ സെഡ്, എൻ്റെ ഭാര്യേൻ്റെ 7, എൻ്റെ അമ്മേൻ്റെ ഇങ്ങോട്ട് 7 ഒക്കെ കണ്ടില്ലേ. നിങ്ങൾക്ക് 19 വയസ്സുള്ളൊരു മരുവനുണ്ട്. ഓൻ്റെ ലോക്ക് നിങ്ങൾ കാണണം. ഓൻ്റെ സ്വഭാവങ്ങൾ എന്നോട് പറഞ്ഞു തരണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഓൻ്റെ സ്വഭാവം പറ. ലോക ചൊറ. ഓൻ്റെ ഫോണ് നിറച്ചും ചൊറയായിരിക്കും. ശരിയാണോ തെറ്റാണോ? ഓൻ മേശപ്പുറത്ത് ഫോൺ വെച്ചില്ല അന്ന്. ഞാൻ അവസാനം ഞാനും ഭാര്യ എൻ്റെ പുറകെ നടന്നിട്ട് 6 മാസം കൊണ്ട് ഫോൺ ഇപ്പം നാളെല്ലാം ഫോൺ മേശപ്പുറത്ത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എല്ലാ മരുവനെ ഇപ്പം ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് നിനക്ക് എന്തെങ്കിലും സുഖമുണ്ടോ? ഓൻ പറയും നല്ല സുഖമുണ്ട് മാമ. ഞാൻ വെച്ച് ആക്കുന്ന നീറ്റേക്കുണ്ടല്ലോ ഒരു ആക്കല്. ഞാൻ പറയും ഫോണിൻ്റെ ചൊറവോ, എനിക്ക് എന്ത് സുഖമാണ്, ഒരു സുഖം പറയാന്ന് പറയുമ്പോൾ പറയാം മാമ കക്കൂസിലല്ല ശരിക്കും പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഫോണിൻ്റെ ലോക്കും കക്കൂസും തമ്മിൽ എന്താ ബന്ധം? ഓൻ പറയും മണ്ട് ചൊറയുള്ള സമയത്ത് മേശപ്പുറത്ത് വെച്ച് കക്കൂസ് പോകുമ്പോൾ അതിൽ കോള് വരുമ്പോൾ ഇത് അമ്മാമ്മ നോക്കുമോ, അച്ചമ്മ കാണുമോ, അമ്മായി നോക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഓൻ കക്കൂസ് ഓടി ഇങ്ങ് പോരും പോലും. ഇപ്പം തുറന്ന പുസ്തകം പോലെ വെച്ചപ്പോൾ ഒരു ടെൻഷനും ഇല്ല. നല്ലതാണോ ചീത്തയാണോ?